ഹലോ മക്കളെ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ് അറബിക്കിൻ്റെ വാർഷിക പരീക്ഷ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പറയാൻ കേട്ടോ. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? നക്തുബുൽ ഹറഫൽ ഔവൽ. ഇതിലെ ഒന്നാമത്തെ അക്ഷരം വിട്ടുപോയിട്ടുണ്ട് ചില ഉത്തരങ്ങൾ. ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉദാഹരണം കണ്ടോ മക്കളെ. എന്താണ്? ഖിയാറുൻ. എന്താണ്? ഖിയാറുൻ. അപ്പൊ ഇതെന്താണ് കണ്ടിട്ട് തോന്നുന്നത്? മുന്തിരിയാണല്ലേ. മുന്തിരിക്ക് നമ്മൾ എന്ത് പറയും? ഐനബുൻ. അപ്പൊ എങ്ങനെ എഴുതണം? ഇങ്ങനെ എഴുതണം അല്ലേ. ഐനബുൻ അല്ലേ. ഐനബുൻ. പിന്നെയോ അടുത്ത ഏതാണ്? ഇതെന്താണ്? തേനാണല്ലേ. തേന് നമ്മള് അസലുൻ. അപ്പൊ ആയാണ് വിട്ടുപോയിട്ടുള്ളത്. ഈ ആ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. മക്കള് ചിലപ്പോ ആ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ചിലപ്പോൾ ഏഴ് ഇങ്ങനെയും പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ എഴുതിയാലും മതിയാവും കേട്ടോ. പിന്നെയോ ഇതെന്താണ്? ചോളത്തിന് നമ്മൾ എന്താ പറയാ? ദുറത്ത് അല്ലേ മക്കളെ. ദുറത്ത്. ദുറത്ത് എന്ന് എഴുതണം. പിന്നെ ഇതോ പൂവ്. പൂവിന് നമ്മള് വർദ്ധത്തുൻ. എന്താ പഠിച്ചത്? വർദ്ധത്തുൻ. സിമ്പിൾ അല്ലേ. അടുത്തതോ ഇതാ സമ്മാനം. ഹായ്. സമ്മാനത്തിന് നമ്മള് ഹദിയത്തുൻ പറയും. ഹാ കൊടുക്കണം. ഹ. സിമ്പിൾ അല്ലേ. ഇനി അത് ചെയ്യേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. നക്തുബ് അസ്മാ അസുവർ. ചിത്രങ്ങളുടെ പേര് കണ്ടെത്തി എഴുതണം മക്കളെ. ഇവിടെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ജവാൽ, മൊബൈൽ, ഹദിയ സമ്മാനം, റുമ്മാൻ എന്താ? ഉറുമാൻ പഴം അല്ലേ. സൂസ്. സൂസ് എന്താ? കുഞ്ഞ് അല്ലേ. കോഴിക്കുഞ്ഞ്. ഷജറത്ത് മരം അല്ലേ. ഈ വാക്കുകളാണ് നമ്മൾ ഇവിടെ ചേർക്കേണ്ടത് അല്ലേ. അപ്പൊ സാധാ ഇതിനെന്താ പറയാ? ഹദിയ. ഇവിടെ പറഞ്ഞില്ലേ സാറ് ഹദിയ. അപ്പൊ അത് ഹദിയ എന്ന് മക്കൾ ഇവിടെ എഴുതണം. ശരിയല്ലേ. ഹദിയത്തുൻ. പിന്നെയോ ഇതെന്താണ്? ഷജറത്തുൻ. അപ്പൊ ഈ വാക്ക് ഇവിടെ എഴുതണം. ഇങ്ങനെ എഴുതാം. ഷജറത്തുൻ. ഇങ്ങനെ ഷജറത്തുൻ. അടുത്തതോ ജവ്വാൽ. ജവ്വാൽ നമ്മൾ അവിടെ കണ്ടല്ലോ. അതായിരിക്കും ജവ്വാൽ അല്ലേ. അപ്പൊ ജവ്വാലുൻ ഇങ്ങനെ എഴുതണം. ജവ്വാലുൻ എഴുതണം. പിന്നെയോ ഇതെന്താണ്? റുമ്മാൻ. റുമ്മാൻ അല്ലല്ലോ. ഇവിടെ ആരാണ്? സൂസ്. എന്താണ്? സൂസുൻ. സിമ്പിൾ അല്ലേ. അടുത്തതോ ഇതോ റുമ്മാൻ. എന്താണ്? റുമ്മാൻ. ഓക്കെ. ഇങ്ങനെയാണ് ആ വാക്കുകൾ എന്നിട്ട് എഴുതേണ്ടത്. സിമ്പിൾ അല്ലേ. അടുത്തതോ ഇവിടെ നഖ്താറുൽ കലിമാത്തൽ മുനാസിബ്. ശരിയായ പദം തിരഞ്ഞെടുത്ത എന്നിട്ട് എങ്ങനെ ടിക്ക് കൊടുക്കണം. ഇവിടുത്തെ എന്താണിത്? കാറ്. കാറിന് നമ്മൾ ഹാഫില എന്നാണോ സയ്യാറ എന്നാണോ ഷാഹിന എന്നാണോ പറയുക? ഹാഫില ബസ്സാണ് അല്ലേ. സയ്യാറയാണ് കാർ. അപ്പൊ ഇതാണ് ഉത്തരം അല്ലേ. ഷാഹിൻ എന്താ? ലോറിയാണ്. അടുത്തത് ഇതാ ഇനബ് അല്ലേ. മേത്തഫ് കോട്ട്. ഇനബാണ്. ഏത്തഫ് തെറ്റാണ്. ഇനബാണ് ശരി അല്ലേ. ഇതും തെറ്റാണ്. അസല്. അസൽ എന്താ? തേൻ. തേൻ. ഓക്കെ. ഇനി അടുത്തത് ഇതോ സുറത്തുൻ. സുറത്തുനാണ് ശരി. സുബാബ് ഈച്ച തെറ്റാണ്. ജനബ് വാല് തെറ്റാണ്. ഇനിയോ ഇതെന്താണ്? ഹൈ വീട്. വീടിന് നബത്ത് എന്നാണോ പറയുക? അല്ല, നബത്ത് ചെടിയാണ്. തൈസ് എന്നാണോ? ആട്. അല്ല, ബൈത്തുൻ വീടാണ് ശരി. സിമ്പിൾ. അടുത്തതോ ഇതെന്താണ്? ഹദിയ. പക്ഷെ ഹദിയ എന്ന് ഇവിടെ മൂന്ന് ഹദിയ എന്ന് എഴുതി. ഹദിയ, അദിയ, ഹദിയ. ഏതാ ശരി? ഈ ഹാ ഉള്ളതാണ് ശരി അല്ലേ. അല്ലേ മക്കളെ. സിമ്പിൾ. ഇനി നാലാമത്തെ പ്രവർത്തനം മാതൃക പോലെ എണ്ണി നോക്കി എഴുതാം. ഇവിടെ എത്ര ഉണ്ട്? വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബ്അ, സമാനിയ, തിസ. അതുകൊണ്ട് ഇവിടെ എന്ത് ഇട്ടിരിക്കുന്നത്? തിസ. ഇത് ശരിയാണ് അല്ലേ. ഇവിടെ നമ്മൾ തന്നെ വാഹിദ്, ഇസ്നാനി, സലാസ. മൂന്നിന് നമ്മൾ എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതണം അല്ലേ.
പിന്നെ വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത. 6 അപ്പൊ എങ്ങനെ പറയണം? 6 നമ്മളിങ്ങനെ എഴുതും അല്ല മക്കളെ? ഇനി ഇവിടെയോ വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബഅ, സമാനിയ. സമാനിയ നമ്മൾ 8 അല്ലേ? 8 ഇങ്ങനെ എഴുതും. പിന്നെ വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ. ഖംസ നമ്മളിങ്ങനെ വട്ടം പോലെ, 0 പോലെ അല്ലേ? ഖംസ. ഇനിയോ വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബഅ. 7 നമ്മൾ ഇങ്ങനെ 7 ഇങ്ങനെ. ഓക്കെ. ഇനി ചിത്രങ്ങളുടെ പേര് പറയാം. എന്താണ് ചിത്രം? ലബിയുൻ അല്ലേ? മാനിനെ നമ്മള് ലബിയുൻ എന്നാ പഠിച്ചിട്ടുള്ളത്. അത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ചിത്രങ്ങളുടെ പേര് ഇതോ കൽബുൻ എന്ന് പറയണം. കൽബുൻ. ഇതോ സറാഫത്തുൻ. ഇത് മക്കള് ചിലപ്പോ സാറ് ചോദിക്കും. ടീച്ചർ ചോദിക്കുമ്പോ പറഞ്ഞു കൊടുത്തായി. സറാഫത്ത്. എന്തോ ദറാജത്തുൻ. എന്താണ് ദറാജത്തുൻ? സൈക്കിൾ. ഓക്കെ. ഇനി അടുത്തതായി കുറച്ച് വാചകങ്ങൾ ഉണ്ടാകും. ആ വാചകങ്ങൾ മക്കള് ടീച്ചർക്ക് വായിച്ചു കൊടുക്കും അല്ലേ? എന്താ വായിക്കുക? ഹാദാ ഹാദാ ബുസ്താനുൻ എന്ന് വായിക്കണം അല്ലേ? അടുത്തതോ അൽ ബുസ്താനു ജമീലുൻ. എങ്ങനെ വായിക്കാം? അൽ ബുസ്താനു ജമീലുൻ. സിമ്പിൾ അല്ലേ? ഇനിയോ ഫിൽ ബുസ്താനി അസ്ഹാറുൻ. ഫിൽ ബുസ്താനി അസ്ഹാറും. ഇങ്ങനെ 3 സെന്റൻസും വായിച്ചു കൊടുത്താൽ മക്കൾക്ക് 5 മാർക്ക്. സിമ്പിൾ അല്ലേ? ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാവും കേട്ടോ. നന്നായി പഠിച്ചിട്ട് പോവുക. അത് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. ഓക്കെ അല്ലേ? വീണ്ടും കാണാം മക്കളെ. അസ്സലാമു അലൈക്കും.